മടങ്ങിപ്പോക്കാണ്, ആത്മനിർവൃതിയോടെയുള്ളൊരു മടങ്ങിപ്പോക്ക്. അടുത്ത തവണ വീണ്ടും തടസ്സങ്ങളൊന്നുമില്ലാതെ വീണ്ടും അമ്മയെ കാണാൻ വരണം, പൊങ്കാല അർപ്പിക്കണം എന്ന വിശ്വാസത്തോടെ, ഉറച്ച വിശ്വാസത്തോടെയുള്ള മടങ്ങിപ്പോക്കാണ് നാട്ടിലേക്ക്. ആ നിർവൃതി അതെടുത്തു പറയേണ്ടതാണ്. അതെ, തീർച്ചയായും ഒരു ആത്മനിർവൃതി അടഞ്ഞ് ഇവിടെ നിന്ന് പോകുക എന്നുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു ഒരു വർഷത്തോളം ഉണ്ടായിരുന്നത്. ഈ പൊങ്കാലയുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് തന്നെ പുതിയ മൺകലത്തിലാണ് പൊങ്കാല അർപ്പിക്കുക. ആ മൺകലത്തെ ശരീരമായിട്ടും എന്ത് നിവേദ്യമാണോ നമ്മൾ തയ്യാറാക്കുന്നത് അതിനെ മനസ്സായുമാണ് സങ്കല്പിക്കുന്നത്. ആ പൊങ്കാല അങ്ങനെ തിളച്ചു തൂങ്ങുമ്പോൾ ആത്മനിർവൃതി അടയുന്നു, ഉള്ളിലെ അഹംബോധം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ആത്മനിർവൃതിയോടെ ഇവിടെ നിന്ന് മടങ്ങാനായി ജനലക്ഷങ്ങൾ, ഭക്തലക്ഷങ്ങൾ ഇവിടെ മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയും ചന്ദ്രഗ്രഹണവും ഒരുമിച്ച് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദർശന സമയത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. 3:10 നട അടച്ച് പിന്നെ രാത്രി 7 മണിക്കാണ് തുറക്കുക. അതിനുശേഷം 7 മണിക്ക് ശേഷം മാത്രമേ പിന്നീട് ദർശനത്തിനുള്ള സമയം ഉണ്ടാകൂ. അങ്ങനെ ഒരു ക്രമീകരണങ്ങൾ കൂടിയുള്ളത് ഭക്തരെ അറിയിക്കാൻ വേണ്ടി ഇവിടെ ഇടയ്ക്കിടെ അനൗൺസ്മെന്റും നടക്കുന്നുണ്ട്. അതെ, രാത്രിയാണ് കുത്തിയോട്ടം ഉണ്ടാവുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പുണ്ട്. നിരവധി ബാലന്മാർ എത്രയോ ദിവസമായി വ്രതമെടുത്ത് കാത്തിരിക്കുക കൂടിയാണ്. ആ കുത്തിയോട്ട ചടങ്ങുകളും ഉണ്ടാകും. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്ന് ഈ കുത്തിയോട്ടം കൂടിയാണ്. ഈ ആറ്റുകാൽ പൊങ്കാല സമർപ്പണമാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വന്ന മനുഷ്യരെ നമുക്ക് കാണാം. അതുപോലെ മറ്റൊന്ന്, വിദേശികൾ ഒരുപാട് ഇത്തവണ വന്നിട്ടുണ്ട്. കോവിഡ് സമയത്തൊന്നും യാത്ര ചെയ്യാൻ കഴിയാതിരുന്നവരൊക്കെ ആ കുറവുകളെല്ലാം തീർത്ത് കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെയായി നിരവധി പേർ പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. നമ്മുടെ പ്രവാസികൾ എത്തുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ യുദ്ധത്തിൻ്റെ സമയമായതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറെ നാടുകളിൽ നിന്ന് പോലും സ്വന്തം വീടുകളിൽ പൊങ്കാല അർപ്പിക്കുന്നവരുണ്ട് കേട്ടോ. നേരിട്ട് ആറ്റുകാലിലേക്ക് എത്താൻ കഴിയാത്തവർ അവിടെ അമ്മേ നാരായണ, ദേവി നാരായണ മന്ത്രങ്ങൾ ഉരുവിട്ട് സ്വന്തം വീടുകളിൽ തന്നെ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നു. ആ ഒരു കാഴ്ച കൂടി നമ്മൾ പലയിടങ്ങളിൽ നിന്നായി കാണാറുണ്ട്. എന്തായാലും ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന വലിയൊരു സ്ത്രീ സംഗമത്തിന്റെ വേദി കൂടിയാണ് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം എന്ന് പറയുന്നത്. ഒരുമയുടെ കാഴ്ച കൂടിയാണ്. പല നാടുകളിൽ നിന്ന് ആദ്യം ഒറ്റയ്ക്ക് എത്തുന്നു, പിന്നീട് സുഹൃത്തുക്കളോടും അയൽവാസികളോടും ഒക്കെ അനുഭവം പറഞ്ഞ് അടുത്തവണ വരുന്ന ഒരു ട്രാവലറൊക്കെ വിളിച്ച് എല്ലാവരും ഒന്നിച്ച് വരുന്ന ഒരു ഒരുമയുടെ കാഴ്ച കൂടെ നമുക്കിവിടെ കാണാൻ കഴിയാറുണ്ട്. ഒത്തൊരുമ, സൗഹൃദം, സാഹോദര്യം, സ്നേഹം, അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയിലെ കൂട്ടായ്മയെ രേഖപ്പെടുത്താൻ നിരവധി വാക്കുകൾ നമുക്കുണ്ട്. മനസ്സ് നിറഞ്ഞു മാത്രമാണ് ഈ കാഴ്ച കാണാൻ കഴിയുന്നത്. ലോകമെമ്പാടും നിന്നുള്ള മനുഷ്യർ ഒറ്റക്കെട്ടായി, ഒരൊറ്റ മനസ്സായി ഇന്നേ ദിവസം അനന്തപുരിയിലേക്ക് ഒഴുകി വരികയാണ്. എല്ലാ വഴികളും നീളുന്നത് ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലേക്കാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഒന്ന് തന്നെയാണ്, അമ്മേ ശരണം, ദേവി ശരണം. ഈ ശരണം വിളികളോടെ കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് തൊഴുന്ന ഭക്തജനങ്ങളെ കാണുന്നത് തന്നെ ഒരു നിർവൃതിയാണ്. അതെ, തീർച്ചയായും എല്ലാ കണ്ണുകളും കാതുകളും എല്ലാ വഴികളും പോലും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളതായി മാത്രം മാറുന്ന ഒരു ദിവസമാണ്. ഒരു നാടിന്റെ മാത്രം ഉത്സവമല്ല, ഈ ഒരു രാജ്യത്തിന്റെ കൂടി ഉത്സവം എന്ന് നമുക്ക് എടുത്തു പറയാം. എല്ലാ കണ്ണുകളും അനന്തപുരിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. ഈ അനന്തപുരിയാണെങ്കിൽ ഇരു കൈകളും നീട്ടി വിവിധ നാടുകളിൽ നിന്ന് എത്തിയവരെ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് സ്നേഹാദരങ്ങളോടെ. എല്ലാ വീടുകളും അവരുടെ സ്വന്തം പോലെയാണ്. ഇതുവരെയൊക്കെ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നവർ ആ വീട് അവർക്കായി ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു കാഴ്ച പോലും നമുക്ക് ഈ സമയങ്ങളിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു പ്രധാന പ്രത്യേകത. സ്വന്തം സ്വകാര്യതയൊക്കെ മാറ്റിവെച്ച് അവനവൻ്റെ ഇടങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ, പകർത്തു കൊടുക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് തന്നെയാണ് മലയാളിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്നേ ദിവസം എൻ്റെ ഇടം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്ന് പറയാനും അതങ്ങനെ മാതൃകയാക്കി അവർക്ക് കൂടി നൽകാനുമുള്ള ആ മനസ്സ് അതെടുത്ത് പറയണം. അങ്ങനെയെങ്കിൽ വീണ്ടും നമുക്ക് പറയാം, മലയാളി പൊളിയാണ്. അതെ, തീർച്ചയായും മലയാളി പൊളിയാണ്. അതിലെ ഒരു ഒരുമയുടെ കാഴ്ച, ആ ഒരു കരുതലിന്റെ കാഴ്ച നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാളയം ഇമാമിന്റെ വാക്കുകളിലൂടെ കേട്ടതാണ്. നമുക്ക് നോമ്പുകാലമാണ്, പക്ഷേ ആറ്റുകാൽ പൊങ്കാല സമർപ്പിക്കാനായി ഇവിടേക്ക് ഭക്തജന ലക്ഷങ്ങൾ എത്തും. അതുകൊണ്ട് അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും നിങ്ങൾ കരുതണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ സ്നേഹത്തിന്റെ കാഴ്ച, കരുതലിന്റെ കാഴ്ച ഒക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും സേനാ വിഭാഗങ്ങളും ഒക്കെ വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ച് ഇവിടെയുണ്ട്. ഭക്ഷണവും വെള്ളവും ഒക്കെ ഈ ക്യൂവിൽ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന അമ്മമാർക്കായി എത്തിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ചതാണ്. നല്ല ചൂടാണ്, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ അടുപ്പ് കൂട്ടുമ്പോഴേ തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒന്ന് കരുതുക. തീയാണ്, ആളി പടരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും അതിനുവേണ്ട കാര്യക്ഷമതയും എങ്ങാനും തീ പടർന്നാലോ എന്നുള്ള മുൻകരുതലിന്റെ ഭാഗമായി തന്നെ കയ്യിൽ ഒരു ബക്കറ്റിലോ പാത്രത്തിലോ വെള്ളം കരുതുക എന്നത് പ്രധാനപ്പെട്ടതാണ്. പൊങ്കാല അർപ്പിക്കുന്ന, നിവേദിക്കുന്ന ആ സമയം വരെ അത് കയ്യിൽ ഉണ്ടാവുക, പരിസരത്ത് ഉണ്ടാവുക ഏറ്റവും പ്രധാനം. നമുക്കോ ചുറ്റുമുള്ളവർക്കോ അത് പ്രയോജനപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് അത് ചെയ്യുന്നതും നന്നായിരിക്കും. പിന്നെ ഒന്ന് ഹിമ പറഞ്ഞ വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ കാര്യം. ഇന്നേ ദിവസം ഈ റോഡുകളിൽ സന്നദ്ധ സംഘടനകൾ, ഓഫീസുകൾ, മറ്റ് സ്ഥാപനങ്ങൾ ഇവരൊക്കെയും തണ്ണി
തണ്ണിമത്തനടക്കമുള്ള പഴങ്ങളൊക്കെ കൊടുക്കും, എല്ലാവർക്കും വിതരണം ചെയ്യും. പിന്നെ ഒന്ന് സംഭാരം, ചൂടുവെള്ളം, തണുത്ത വെള്ളം, അങ്ങനെ എല്ലാവർക്കും വെള്ളമൊക്കെ വിതരണം ചെയ്യും, ആഹാരം കൊടുക്കും. ഇതൊക്കെ സമയാസമയങ്ങളിൽ കഴിച്ച് മനസ്സിൽ അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയെ കണ്ട് നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും പരിഭവങ്ങളും പങ്കുവെച്ച് പൊങ്കാല നന്നായി തന്നെ സമാപിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ തുടരണം, അല്ലേ? അതെ, ഈ ഒരു ദിവസം ഒന്നിനും ഈ അനന്തപുരിയിലേക്ക് എത്തുന്ന ആർക്കും ഒരു കുറവും ഉണ്ടാക്കില്ല. കാരണം എല്ലാവിധ ക്രമീകരണങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ചടങ്ങുകളും വളരെ കൃത്യമായി തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് ഇപ്പോൾ സമയം 9:05 9:15 ശുദ്ധ പുണ്യാഹം. തുടർന്ന് 9:45 അടുപ്പ് വെട്ട് ചടങ്ങ്. പിന്നീട് അങ്ങോട്ട് പണ്ടാര അടുപ്പിൽ തീ പകർന്നാൽ എല്ലാ അടുപ്പുകളിലും അങ്ങനെ തീ പടരുകയായി. തീ പടർന്ന് അവരുടെ മനസ്സിലും ഈ ഭക്തിയുടെ നിറവ് വരികയായി. പിന്നെ